ഹായ് ഗായ്സ്, വെൽക്കം ടു എസ്എൽആർ റേഡിയോ. എസ്എൽആർ റേഡിയോയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇനി ഈ പാർട്ടിൽ നമ്മൾ അതിനുശേഷമുള്ള റവല്യൂഷൻസിനെ കുറിച്ച് പറയാൻ നോക്കാം. അപ്പോൾ ആ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും ആലോചിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നത്ര ആൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് നിങ്ങളെ കിട്ടാൻ സപ്പോർട്ട് ചെയ്തതാണെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടിയാണ് എനിക്ക് നിങ്ങളുടെ നിന്ന് കിട്ടാനുള്ള സപ്പോർട്ടുകൾ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഈ നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം പറയാനുള്ളത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ്. ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. മൂന്നല്ല, 4 കാരണങ്ങളാണുള്ളത്. ആ 4 കാരണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം ഓട്ടോക്രാറ്റിക് റൂൾ, അതായത് ഈ ഭരണാധികാരികൾ, അക്കാലത്തെ ഫ്രാൻസ് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഏകാധിപത്യ ഭരണാധികാരികൾ. രണ്ടാമത്തെ പോയിന്റ് സ്ക്വാൻഡേഴ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതായത് റൂളേഴ്സ് വാസ് സ്ക്വാൻഡേഴ്സ്, അതായത് അക്കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. അതായത് ആഡംബര ജീവിതം ജീവിതം നയിച്ചവരായിരുന്നു അക്കാലത്തെ ഭരണാധികാരികൾ. മൂന്നാമത്തത് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 എസ്റ്റേറ്റ്സ്, അതായത് അക്കാലത്തെ സൊസൈറ്റി 3 എസ്റ്റേറ്റുകളായി ഡിവൈഡ് ചെയ്തിരുന്നു. അത് ഒരു കാരണമായി കണക്കാക്കുന്നു. നാലാമത്തത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇനീക്വാലിറ്റി, അതായത് അക്കാലത്തെ ഫ്രാൻസിൽ സാമൂഹികപരമായും സാമ്പത്തികപരമായും വൻ അസമത്വമാണ് നിലനിന്നിരുന്നത്. ഇത് അതിനൊരു ഫ്രഞ്ച് റവല്യൂഷന്റെ കാരണമായി കണക്കാക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഈ ഫ്രഞ്ച് റവല്യൂഷനെ സ്വാധീനിച്ച ചിന്തകന്മാരെ കുറിച്ചാണ്. പ്രധാനമായും 3 ചിന്തകന്മാരെ കുറിച്ച് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ വോൾട്ടയർ, രണ്ടാമത്തെ റുസോ, മൂന്നാമത്തെ മോണ്ടസ്ക്യൂ. ഫസ്റ്റ് വൺ ഈസ് വോൾട്ടയർ, സെക്കൻഡ് വൺ ഈസ് റുസോ, തേർഡ് വൺ ഈസ് മോണ്ടസ്ക്യൂ. റുസോന്റെ സ്പെല്ലിംഗ് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം, കാരണം ഇംഗ്ലീഷ് അതിന്റെ സ്പെല്ലിംഗ് ഒരു ചെറിയൊരു ഡിഫറെന്റ് ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ ഓർമ്മിക്കാൻ പറ്റുന്നത് എന്നാലും എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയൊരു എക്സ്ചേഞ്ച് ഉള്ള ലെറ്റർ ആണ് റുസോയുടെ ലെറ്റർ. അപ്പോൾ നമുക്കിനി അവർ ഫ്രഞ്ച് റവല്യൂഷൻ നൽകിയ മഹത്തായ സംഭാവനകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒരുപാട് സംഭാവനകൾ നൽകി. അതിൽ പ്രധാനമായ 2 സംഭാവനകൾ ഓരോരുത്തരുടെയും പ്രധാനമായ 2 സംഭാവനകളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ വോൾട്ടയറെ കുറിച്ച് തന്നെ പറയാം. വോൾട്ടയർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റെഡിക്കോൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, അതായത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയാണ് വോൾട്ടയർ ചെയ്തത്. അക്കാലത്ത് പുരോഹിതന്മാർ വളരെ എന്തെങ്കിലും ഈ ലക്ഷറീസ് ലൈഫും ടാക്സ് പിരിക്കുക അങ്ങനെ അവരുടെ ചൂഷണത്തെ വോൾട്ടയർ പരിഹസിച്ചു. രണ്ടാമത്തത് പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ് ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമൻസ്, അതായത് യുക്തിചിന്തയും ഇക്വാലിറ്റി, അതായത് സമത്വത്തെയും ഹ്യൂമൻസും, അതായത് മാനവിക സ്നേഹത്തെയും അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. ഇനി പറയുന്നത് റുസോയെ കുറിച്ചാണ്. റുസോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫ്രീഡം by spelling that man is born free but everywhere he is in chain, അതായത് മനുഷ്യൻ സ്വാതന്ത്ര്യനായി ജനിക്കുകയും പക്ഷേ അവൻ അതിനുശേഷം എല്ലാവരുടെയും ചങ്ങലകളിലാണ് എന്ന പ്രസ്താവന കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ വില ഭൂലോകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് റുസോ ചെയ്തത്. പിന്നെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഡിക്ലെയർഡ് ദാറ്റ് പീപ്പിൾ ആർ സോവറിൻ, അതായത് ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഈ സോവറിൻ എന്ന് പറഞ്ഞാൽ പരമാധികാരം കൈകൊള്ളുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. മൂന്നാമത്തത് മോണ്ടസ്ക്യൂ ആണ്. മോണ്ടസ്ക്യൂ ചെയ്തെന്താ വെച്ചാൽ എൻകറേജ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്, ഡെമോക്രസിയും റിപ്പബ്ലിക്കിനെയും അദ്ദേഹം സപ്പോർട്ട് ചെയ്തു, ധൈര്യപ്പെടുത്തി. പിന്നെ അദ്ദേഹം സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവർ ഓഫ് ഗവൺമെന്റ് ഇൻടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതായത് ഗവൺമെന്റ് പവറിനെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ 3 വിഭാഗങ്ങളാക്കി തിരിക്കാൻ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു, അതായത് സജസ്റ്റ് ചെയ്തു, സജസ്റ്റ് ചെയ്തു, അതായത് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രഞ്ച് റവല്യൂഷന് പ്രധാന ഒരു കാരണങ്ങളായി പറഞ്ഞിരുന്നു 3 എസ്റ്റേറ്റുകളെ തരംതിരിച്ചിരുന്നു. ആ 3 എസ്റ്റേറ്റുകൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കാനുള്ളത്. കാണുന്നുണ്ടാവും 3 എസ്റ്റേറ്റുകൾ. ആ 3 എസ്റ്റേറ്റുകൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എസ്റ്റേറ്റ് ക്ലർജിയാണ്, അതായത് പുരോഹിതന്മാർക്ക് ഒരുപാട് ഭൂസ്വത്ത് കൈവശം ഉണ്ടായിരുന്നു. അവർ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് തിരെ എന്ന പേരിലൊരു ടാക്സ് നികുതി പിരിക്കുമായിരുന്നു. അവരെല്ലാവരും ടാക്സിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. അവർ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഭരണപരമായും മിലിറ്ററി പരമായും ഉയർന്ന സ്ഥാനമാണ് അവർ അലങ്കരിച്ചത്.
സെക്കൻഡ് വൺ ഈസ് നൊബിലിറ്റി, അതായത് പ്രഭുക്കന്മാർ പ്രധാനമായും മിലിറ്ററി സർവീസിൽ എൻഗേജ് ആയിരുന്നു. അവരും ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കർഷകരിൽ നിന്ന് ഒരുപാട് നികുതികൾ, പല വിധത്തിലുള്ള നികുതികൾ പ്രഭുക്കന്മാർ വാങ്ങിയിരുന്നു. പിന്നെ ഫാമേഴ്സിനെ വേജില്ല, അതായത് വേതനമില്ലാതെ, ശമ്പളമില്ലാതെ, കൂലിയില്ലാതെ നമ്മുടെ ഫാമേഴ്സിനെ പണിയെടുപ്പിച്ചിരുന്നു പ്രഭുക്കന്മാർ. പിന്നെ എക്സെപ്റ്റഡ് ഫ്രോം ഓൾ ടാക്സസ്, അതായത് അവരും എല്ലാവരും ടാക്സുകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. അവർക്കും ഒരുപാട് ഭൂസ്വത്തുണ്ടായിരുന്നു, ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. അതിനുശേഷം ലക്ഷറിയസ് ലൈഫ്, അതായത് ആ ദൂർത്തും ആഡംബരം എന്ന് പറഞ്ഞ ലക്ഷറിയസ് ആയ ലൈഫാണ് പ്രഭുക്കന്മാർ നയിച്ചിരുന്നത്. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ച് പറയാം. മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞാൽ തേർഡ് എസ്റ്റേറ്റ്, മിഡിൽ ക്ലാസ് ഇൻക്ലൂഡിംഗ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, ഫാമേഴ്സ്, ക്രാഫ്റ്റ്സ്മാൻ. അതായത് ഈ മിഡിൽ ക്ലാസ്മാരുടെ താഴെയുള്ളവരെല്ലാവരും ഈ തേർഡ് എസ്റ്റേറ്റിൽ പെടുമായിരുന്നു. അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഭരണപരമായി യാതൊരുവിധ റൂളും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഏറ്റവും താഴ്ന്ന പദവിയാണ് ഉണ്ടായിരുന്നത്. സോഷ്യൽ പരമായി ഏറ്റവും താഴ്ന്ന പദവിയാണ് ഉണ്ടായിരുന്നത്. ക്ലർജികൾക്കും പുരോഹിതന്മാർക്കും പല വിധത്തിലുള്ള ടാക്സുകൾ കൊടുക്കേണ്ടി വന്നിരുന്നു. പിന്നെ തൈലെ എന്ന പേരിൽ ഒരു ഭൂനികുതി കൊടുക്കേണ്ടി, ഗവൺമെന്റിന് പ്രത്യേകം കൊടുക്കേണ്ടി വന്നിരുന്നു തേർഡ് എസ്റ്റേറ്റ്. ഇനി പറയാനുള്ളത് ഒരു ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസത്തെ കുറിച്ചാണ്. അത് നടന്നത് 1789-ലാണ്. 1789 നടന്നത് എന്തെല്ലാം അനുസരിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത് ലൂയി പറയുകയാണെന്ന്, ഒന്നാമതല്ല, അതിന് സംഭവ വികാസത്തെ കുറിച്ച് നമുക്ക് പറയാം. അതേപോലെ പറയുകയാണെങ്കിൽ ലൂയി 16 എന്ന ചക്രവർത്തി, ഫ്രാൻസിനെ ഭരിച്ചിരുന്ന അക്കാലത്തെ രാജാവ്, സ്റ്റേറ്റ്സ് ജനറൽ എന്ന് പറഞ്ഞാൽ മൂന്ന് എസ്റ്റേറ്റുകളിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രതിനിധികൾ ഉൾക്കൊണ്ടിരുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരുന്നു സ്റ്റേറ്റ്സ് ജനറൽ. ആ സ്റ്റേറ്റ്സ് ജനറലെ വിളിച്ചു കൂട്ടി എന്തിനാണെന്ന് വെച്ചാൽ, അക്കാലത്ത് ഫ്രാൻസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. കാരണം ഫ്രാൻസിലെ പ്രഭുക്കന്മാരെയും ക്ലർജിക്കാരെയും ബൂർബൻ രാജവംശമാണ് അക്കാലത്ത് ഭരിച്ചിരുന്നത്. ഈ ബൂർബൻ രാജവംശത്തിന്റെയും ക്ലർജിയുടെയും പ്രഭുക്കന്മാരുടെ എല്ലാം ഉയർന്ന ജീവിത നിലവാരം, അവരുടെ ലക്ഷറിയസ് ആയ ലൈഫ്, ദൂർത്ത്, ഇതെല്ലാം ഫ്രാൻസിനെ സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് കടന്നു പോകാൻ പ്രാപ്തമാക്കി. പിന്നെ നമുക്ക് കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ ഈ ഫ്രാൻസ് മിലിറ്ററി പരമായും സാമ്പത്തികപരമായും സഹായിച്ചു. അതും സാമ്പത്തിക പ്രതിസന്ധി ഉളവാക്കാൻ കാരണമായി. കടുത്ത ക്ഷാമം അക്കാലത്ത് നിലനിന്നിരുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്. ചിലപ്പോൾ ചോദ്യം വരും, അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രാൻസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടത് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് പോയിന്റുകളാണ് എഴുതാനുള്ളത്. ഈ പറയാൻ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. ലൂയി 16 സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു കൂട്ടി. പറഞ്ഞ സ്റ്റേറ്റ്സ് ജനറൽ എന്താന്ന് പറയുന്നു, 3 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരുന്നു സ്റ്റേറ്റ്സ് ജനറൽ. സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു കൂട്ടി എന്തെന്ന് വെച്ചാൽ ടാക്സ് പിരിക്കാൻ. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന അക്കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി, ടാക്സുകൾ പിരിക്കാൻ വേണ്ടി, അതായത് നികുതി പിരിക്കാൻ വേണ്ടിയായിരുന്നു ലൂയി 16 സ്റ്റേറ്റ്സ് ജനറലെ വിളിച്ചു കൂട്ടിയത്. അവിടെ ഒരു തർക്കം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെ എസ്റ്റേറ്റ് രാജാവിനെ അനുകൂലിക്കുന്നവരായിരുന്നു. പക്ഷെ മൂന്നാമത്തെ എസ്റ്റേറ്റ് കോമൺസ് എന്ന പേര് അറിയപ്പെടുന്ന ഒരു സദാ എസ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ സ്റ്റേറ്റ്സ് ജനറലും 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. ഫ്രഞ്ച് സമൂഹം മാത്രമല്ല, സ്റ്റേറ്റ്സ് ജനറലും 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റ് രാജാവിനെ അനുകൂലിക്കുന്നതായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റ് കോമൺസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റും രണ്ടാമത്തെ എസ്റ്റേറ്റും പറയുന്നതാണെന്ന് വെച്ചാൽ ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് മതി എന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞു. പക്ഷെ മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓരോ പൗരന്മാർക്കും ഓരോ വോട്ട് വേണം എന്നതാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞത്. അങ്ങനെ അവിടെ വലിയ തർക്കമുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഇവരങ്ങനെ പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെ എസ്റ്റേറ്റ് 1+1 അതായത് ഒരു വോട്ട് ഓരോ എസ്റ്റേറ്റ് കൊടുത്താൽ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെ എസ്റ്റേറ്റ് ഓരോ വോട്ട് ചെയ്ത് രാജാവിനെ ജയിപ്പിക്കുമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ എസ്റ്റേറ്റ് അങ്ങനെയല്ല. മൂന്നാമത്തെ എസ്റ്റേറ്റ് അങ്ങനെയായില്ല. കാരണം മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ വോട്ട് വേണം എന്നായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞത്. അപ്പോ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ എസ്റ്റേറ്റ് അങ്ങനെ ഒരു വോട്ട് മതി എന്ന് പറയാനുള്ള കാരണം നോക്കാം. കാരണം ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആകെ 285 പേരെ ഉണ്ടായിരുന്നുള്ളൂ.
രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 പേരുണ്ടായിരുന്നു. പക്ഷെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 പേരുണ്ടായിരുന്നു. അപ്പൊ ഈ ഒന്നാമത്തെ എസ്റ്റേറ്റ് രണ്ടാമത്തെ എസ്റ്റേറ്റ് ഓരോ പൗരന്മാർക്ക് ഓരോ വോട്ട് കൊടുത്താൽ 255 പ്ലസ് 308 285 പ്ലസ് 308 കൂട്ടിയാൽ ആകെ കിട്ടുന്നത് 593 മാത്രമാണ്. എന്നാലും ഇവർക്ക് തേർഡ് എസ്റ്റേറ്റിനെ മറികടക്കാൻ പറ്റില്ല. അങ്ങനെ തേർഡ് എസ്റ്റേറ്റ് പദവി ഭരിക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റ് ഒരു വോട്ട് മതിയെന്നും മൂന്നാമത്തെ എസ്റ്റേറ്റ് ഓരോരുത്തർക്കും ഓരോ വോട്ട് വേണമെന്നും അവകാശപ്പെട്ടു. അതിനുശേഷം നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. അതെന്താണെന്ന് പറയാം. ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറഞ്ഞാൽ ഈ സംഘർഷങ്ങൾ നിലവിലിരിക്കെ മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെന്നീസ് കളിക്കുന്ന ഒരു കോർട്ടാണ് ടെന്നീസ് കോർട്ട്. അവിടെ ഒത്തുകൂടി ഒരു പ്രതിജ്ഞ എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിന് വേണ്ടി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ എടുത്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് എന്ന് പറയുന്നത്. ഫ്രാൻസിന് വേണ്ടി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയതിനു ശേഷമേ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് അതായത് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ പ്രതിജ്ഞ എടുത്തു. അതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ടൈം ലൈൻ അല്ലെങ്കിൽ സംഭവ വികാസങ്ങളെ കുറിച്ചാണ്. ആദ്യത്തെ സംഭവം 14 ജൂലൈ 1789 ജൂലൈ 14 1789. അതായത് അപ്പോൾ നടന്നെന്ന് വെച്ചാൽ റവല്യൂഷണറീസ് സ്റ്റോം വിത്ത് സ്ലോഗൻ ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി demonstrates the Bastille prison that was a symbol of Bourbon monarchy. This is considered the start of the French Revolution. അതായത് വിപ്ലവകാരികൾ ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ബൂർബൻ രാജവംശത്തിന്റെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ പ്രിസൺ തകർത്തു. ഇത് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭമായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമത് 12 ആഗസ്റ്റ് 1789 അതായത് ആഗസ്റ്റ് 12 1789 നാഷണൽ അസംബ്ലി പാസ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. ഈ മാൻ ആൻഡ് സിറ്റിസന്റെ റൈറ്റ്സ് അതായത് അവകാശങ്ങളെ നാഷണൽ അസംബ്ലി ദേശീയ അസംബ്ലി പാസ്സാക്കുകയാണ് 12 ആഗസ്റ്റ് 1789 നടന്നത്. പിന്നെ ഒക്ടോബർ 1789 thousands of women marched from the Paris to Palace of Versailles with the slogan give us bread. അത് റൊട്ടി തരൂ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ പാരീസിൽ നിന്ന് വെർസൈലിലെ പാലസിലോട്ട് മാർച്ച് നടത്തി. ഇതാണ് ഒക്ടോബർ 1789 ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസം. സ്ത്രീകളും അടങ്ങിയിരുന്നില്ല. റൊട്ടി തരൂ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പാരീസിൽ നിന്ന് വെർസൈലിലെ പാലസിലോട്ട് അവർ മാർച്ച് നടത്തി. ഇനി പറയുന്നത് സെപ്റ്റംബർ 1792. ഈ ഫസ്റ്റത്തെ 3 കൊല്ലങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. 1789 ആണ്. പക്ഷെ ഫോർത്ത് 1792 ആണ്. ശ്രദ്ധിക്കണം. അത് തന്നെ 1789 തന്നെ എഴുതിയത് 1792 ആണ്. സെപ്റ്റംബർ 1792 1792 സെപ്റ്റംബർ. The National Convention formed as the new constitution proclaimed France as republic. അതായത് പുതിയ ഭരണഘടന തയ്യാറാക്കി ആ പുതിയ ഭരണഘടന പ്രകാരം ഉണ്ടായ നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയാണ് സെപ്റ്റംബർ 1792 നടന്നത്. ഇനി പറയാനുള്ളത് ഫ്രഞ്ച് റവല്യൂഷന്റെ ഇൻഫ്ലുവൻസസിനെ കുറിച്ചാണ്. ടെക്സ്റ്റിന്റെ പേജ് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ലോക ചരിത്രത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ ഫ്രഞ്ച് റവല്യൂഷനെ പറ്റി അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസസ്. ഒന്നാമത് സ്റ്റിമുലേറ്റഡ് ദ ലേറ്റർ റവല്യൂഷൻസ്. അതായത് അതിനുശേഷം നടന്ന എല്ലാവിധ റവല്യൂഷൻസിനും എല്ലാവിധ വിപ്ലവങ്ങൾക്കും ഒരു പ്രചോദനമായി ഒരു വഴികാട്ടിയായി മുന്നിൽ നിന്നു. പിന്നെ സ്പ്രെഡ് ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി ലിബർട്ടി ആൻഡ് ഫ്രെറ്റേണിറ്റി ഇതിന്റെ ഐഡിയ ലോകം മുഴുവൻ അതായത് ഇക്വാലിറ്റി ലിബർട്ടി ഫ്രെറ്റേണിറ്റി ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. തേർഡ് പോയിന്റ് ഈസ് ഹെൽപ്പ് ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. അതായത് മിഡിൽ ക്ലാസിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിച്ചു ഫ്രഞ്ച് റവല്യൂഷൻ. ഫോർത്ത് പോയിന്റ് ഈസ് ലേൺ ടു എമർജൻസ് ഓഫ് നാഷണലിസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അതിനോടുള്ള പെട്ടെന്ന് ആ ആവശ്യകതയെക്കുറിച്ച് ലോകത്തിനെ ബോധവാന്മാരാക്കി. ഫിഫ്ത് പോയിന്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവറിനിറ്റി. അതായത് ജനങ്ങളാണ് പരമാധികാരികൾ എന്ന ഒരു ഇതിനെ കുറിച്ച് നമ്മൾ നാട്ടിലെ ചിന്തകന്മാരെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. അത് തന്നെയാണ്. അതായത് ജനങ്ങളാണ് പരമാധികാരികൾ എന്ന ഐഡിയ ലോകം മുഴുവൻ
പ്രചരിപ്പിക്കാൻ കാരണമായി ഫ്രഞ്ച് റവല്യൂഷൻ. പിന്നെ proclaimed that nation is not merely a region but the people. അതായത് നേഷൻ, അതായത് ഒരു ദേശം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമല്ല, ശരിക്കും ഒരു സ്ഥലമല്ല, പക്ഷെ അവിടുത്തെ ജനങ്ങളാണ് ഒരു നേഷൻ എന്ന് കാണിച്ചു കൊടുത്തു, ലോകത്തിന് കാണിച്ചു കൊടുത്തു ഫ്രഞ്ച് റവല്യൂഷൻ. പിന്നെ entered the feudal system in Europe and threatened the autocratic rule. അതായത് ഓട്ടോക്രാറ്റിക് റൂൾ നമ്മൾ പറഞ്ഞിരുന്നു റീസൺസിൽ, ഫ്രഞ്ച് റവല്യൂഷൻ റീസൺസിൽ പറയുന്നത് അതായത് ഏകാധിപത്യ ഭരണം അതിന് ഒരു ത്രെട്ടൻ, ഒരു ഭീഷണിയായി നിലനിൽക്കുകയും യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റം ഒരു അന്ത്യം കുറിക്കുകയും ചെയ്തു ഫ്രഞ്ച് റവല്യൂഷൻ. ഈ പറയുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച്. ആകെ ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ പോയിന്റ്സ് 7 പോയിന്റ്സ് ആണുള്ളത്, 7 പോയിന്റ്സ് ആണുള്ളത്. സിമ്പിൾ ആണ്, ജസ്റ്റ് സിമ്പിൾ ഓർത്ത് വെക്കാവുന്ന സില്ലി പോയിന്റ്സ് ആണ്. ഇനി പറയുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ റിഫോംസ്. അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ട് കുറച്ചു കാലം ഫ്രാൻസിനെ ഭരിച്ചിരുന്നു. അക്കാലത്ത് അദ്ദേഹം ഫ്രാൻസിൽ ഒരുപാട് പുരോഗതികൾ കൊണ്ടുവന്നു. തികഞ്ഞ ഏകാധിപത്യ ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ. പക്ഷെ അദ്ദേഹം ഒരുപാട് പുരോഗതി ഫ്രാൻസിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസ് ഒരുപാട് പുരോഗമിച്ചു. നെപ്പോളിയന്റെ റിഫോംസ് ഏതെല്ലാമാണ് നമുക്ക് നോക്കാനുള്ളത്. 6 പോയിന്റ്സ് ആണ്, 6 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ഈസ് ഫാമേഴ്സ് വെർ മെയ്ഡ് ദ ഓണർ ഓഫ് ലാൻഡ്. അതായത് ലാൻഡിന്റെ, ഭൂമിയുടെ ഓണറായി ഫാമേഴ്സിനെ പ്രഖ്യാപിച്ചു. പിന്നെ ഫോമഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെറ്റ്. അതായത് പൊതുകടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് ആരംഭിച്ചു. തേർഡ് പോയിന്റ് ഈസ് കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അതായത് ഗതാഗത സൗകര്യത്തിന് വേണ്ടി റോഡുകൾ നിർമ്മിച്ചു. ഫോർത്ത് പോയിന്റ് ഈസ് എക്സർസൈസ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. അതായത് ക്ലർജി പുരോഹിതന്മാരുടെ കുറച്ച് കൺട്രോളുകൾ കൊണ്ടുവന്നു. ഫിഫ്ത്ത് പോയിന്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് സെൻട്രലൈസ്ഡ് ഫിനാൻസ്. അതായത് ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ബാങ്ക് സ്ഥാപിച്ചു. സെൻട്രലൈസ്ഡ് ഫിനാൻസിന് വേണ്ടി ഒരു ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ബാങ്ക് സ്ഥാപിച്ചു. ലാസ്റ്റ് പോയിന്റ് ഈസ് പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് ലോ. നിലവിലുണ്ടായ നിയമങ്ങളെ ഒന്ന് പരിഷ്കരിച്ച് ഒന്ന് മാറ്റി എഴുതി പുതിയ കോഡ് ഓഫ് ലോ ഉണ്ടാക്കി, പുതിയ നിയമങ്ങളെ ഉണ്ടാക്കി. അതാണ് അദ്ദേഹത്തിന് ഒരു മെയിൻ സംഭാവനയായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തെ ലോക ചരിത്രത്തിൽ വാഴ്ത്തപ്പെടാൻ ഒരു കാരണമായി കണക്കാക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അതായത് അദ്ദേഹം നിലവിലുണ്ടായിരുന്ന റൂൾസ് എല്ലാം മാറ്റി ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ പറയാം, നല്ലൊരു ഭരണം അദ്ദേഹം കാഴ്ചവെച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ്. വളരെ സിമ്പിളായ ഒരു സിമ്പിൾ, ആകെ ഒറ്റ പേജ് പഠിക്കാൻ പറ്റും. നോട്ടിലെല്ലാം എഴുതാൻ കോളേജ് ബുക്ക് ഒറ്റ പേജ് എഴുതുന്നത് സിമ്പിളാണ്, വളരെ ചെറുതുമാണ്. ഇതിലാകെ പറയാനുള്ളത് ഈ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷന്റെ കാരണങ്ങളും അതിനെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ നയിച്ച നേതാക്കന്മാരെ കുറിച്ചുമാണ്. ആദ്യമായി പറയുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷന്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ കോളനി റൂൾ എങ്ങനെയാണ് ലാറ്റിൻ അമേരിക്കൻ കൺട്രിയെ എഫക്ട് ചെയ്തത്. ഈ 2 രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ്, റിലീജിയൻ ആൻഡ് കസ്റ്റംസ്. അതായത് കസ്റ്റംസ്, അവരുടെ ഭാഷയും റിലീജിയനും കസ്റ്റംസും ഈ സ്പാനിഷുകാരും പോർച്ചുഗീസും ലാറ്റിൻ അമേരിക്കയിൽ പ്രചരിപ്പിച്ചു. രണ്ടാമത്തെ പോയിന്റ്, they built houses and churches in Spanish style. അതായത് അവിടുത്തെ വീടുകളും ദേവാലയങ്ങളും സ്പാനിഷ് സ്റ്റൈലിലാണ് അവർ നിർമ്മിച്ചത്. തേർഡ് പോയിന്റ്, several schools were established for importing Spanish system of education. സ്കൂളുകൾ സ്ഥാപിക്കുന്നത് നല്ലതാണല്ലേ, പക്ഷെ ഇവിടെ ഇവർ സ്കൂളുകൾ സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്പാനിഷ് പഠനം അവിടെ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ സ്പാനിഷുകാർ അവിടെ സ്കൂളുകൾ നിർമ്മിച്ചത്. ഫോർത്ത് പോയിന്റ് ഈസ് സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ക്രോപ്സ് വർ ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്പാനിഷ് ഫാമിംഗ് മെത്തേഡും ക്രോപ്പുകളും കൊണ്ടുവന്നു. ഫിഫ്ത്ത് പോയിന്റ് ഈസ് ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ലാറ്റിൻ അമേരിക്കൻസ്. അതായത് യൂറോപ്യന്മാരിൽ നിന്ന് ലാറ്റിൻ അമേരിക്കക്കാരിലോട്ട് പുതിയ പുതിയ രോഗങ്ങൾ കൊണ്ടുവന്നു. Sixth point is racial discrimination was enforced toward the native in all parts of peoples. അതായത് ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങളുടെ
വർക്കുകളും എല്ലാ പണികളിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും അവരോട് വിദ്വേഷം പ്രകടിപ്പിച്ചു. അവരോടുള്ള ഒരു വിദ്വേഷം ഈ സ്പാനിഷുകാർ പ്രകടിപ്പിച്ചു. പിന്നെ എൻസ്ലേവ്ഡ് നാറ്റീവ്സ് ടു വർക്ക്, അതായത് നിർബന്ധിച്ച് അടിമകളെ പോലെ ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങൾ പുറത്തുനിന്ന് വന്ന വിദേശ ശക്തികൾ അവിടുത്തെ ജനങ്ങളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയാണ് ചെയ്തത്. അതും ഒരു കാരണമായി കണക്കാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ലാസ്റ്റ് പോയിന്റ്, they looted the resources and wealth of Latin America. ലാറ്റിൻ അമേരിക്കയുടെ ശക്തിയെയും റിസോഴ്സ് അതായത് വിഭവങ്ങളെയും അവർ വല്ലാതെ ചൂഷണം ചെയ്തു, അവർ നല്ലോണം ലൂട്ട് ചെയ്തു. ഇതിനെ ഒരു കാരണമായി കണക്കാക്കുന്നു. ഇതോടെ നമ്മുടെ റീസൺസ് അല്ലെങ്കിൽ എങ്ങനെയാണ് കോളനിയൽ റൂൾ ലാറ്റിൻ അമേരിക്കയെ എഫക്ട് ചെയ്ത്, കോളനിയൽ ഭരണം എങ്ങനെയാണ് ലാറ്റിൻ അമേരിക്കയെ എഫക്ട് ചെയ്തത് എന്ന ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ലീഡേഴ്സ്, അതായത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ നയിച്ച പ്രധാനപ്പെട്ട ലീഡേഴ്സ്, അതായത് നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചാണ്. അപ്പോൾ 3 നേതാക്കന്മാരാണുള്ളത്, പ്രധാനമായും 3 നേതാക്കന്മാരാണുള്ളത്. ഒന്നാമത്തെ നേതാവ് ജോസ് ഡി സെനാർട്ടി, സെക്കൻഡ് നേതാവ് ഫ്രാൻസിസ്കോ മിറാണ്ട, തേർഡ് ഈസ് സൈമൺ ബോളിവർ. ഈ 3 നേതാക്കന്മാരും പേരുകൾ പഠിച്ചാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇത് പാർട്ട് 2 ആണ്. ഇത് കാണുന്നത് തീർച്ചയായും പാർട്ട് 1 കാണുക. എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കഴിയുമാതിരി ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നും ചിന്തിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സപ്പോർട്ട് എനിക്ക് അങ്ങനെയെല്ലാമാണ് കിട്ടുക. നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സപ്പോർട്ടാണ് എനിക്ക്. അപ്പോൾ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്തു വീഡിയോ കാണും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.